സന്ദേശം 40-ൻ്റെ ബാക്കി ഭാഗം. ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ എൻ്റെ സ്വരം കേൾക്കപ്പെടുമെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാക്കളുടെ രക്ഷ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ അനേകം വ്യാജ മതങ്ങളും വ്യാജ സിദ്ധാന്തങ്ങളും ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കളെ നരകത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ വ്യാജ വിശ്വാസങ്ങളാണ് അനേകരെ നയിക്കുന്നത്. എൻ്റെ സഭകളിൽ ആഘോഷങ്ങളും വിരുന്നുകളും മറ്റു തരത്തിലുള്ള വിനോദ പരിപാടികളും നടത്തപ്പെടുകയും അത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പുതിയ ഏകലോക മതം ആയി തീരുകയും ചെയ്യുന്നു. അതെല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള ഗൂഢമായ സാത്താനിക ബിംബങ്ങളാൽ മുദ്രിതമായിരിക്കും. അവിടെ മൃഗത്തെ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യും. കണ്ടോ? അതായത് ഈ കത്തോലിക്ക ദേവാലയങ്ങളിൽ വിനോദ പരിപാടികൾ നടത്തപ്പെടും. അത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പുതിയ ഏക ലോക മതം ആയിത്തീരുകയും ചെയ്യും. അവിടെ എൻ്റർടൈൻമെൻറ്റ്സേ ഉണ്ടാകത്തുള്ളൂ. പാവത്തെ പറ്റിയോ അങ്ങനെയൊന്നും സംസാരം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ ആഘോഷങ്ങളും വിരുന്നുകളും വിനോദ പരിപാടികൾ നടത്തപ്പെടും. എന്നാൽ ആ വിനോദ പരിപാടികളിലോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ഗൂഢമായിട്ട് സാത്താനിക അടയാളങ്ങളുള്ള ചില കാര്യങ്ങൾ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. സാത്താനിക ബിംബങ്ങളാൽ മുദ്രിതമായിരിക്കും. അവിടെ മൃഗത്തെ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യും. എല്ലാ പാപങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. എന്നോട് വിശ്വസ്തരായി തുടരുന്ന എൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്ക് കുർബാനകൾ രഹസ്യത്തിൽ അർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. എല്ലാ പാവങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ഈ ഫിഡ്യൂസിയസ് സപ്ലിക്കൻസ് ഇറങ്ങിയപ്പോൾ എത്ര പേര് അതിനെ എതിർത്തു? ആഫ്രിക്കൻ മഡഗാസ്കർ ബിഷപ്സ് കൗൺസിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഇത് അവരുടെ രൂപതകളിൽ നടത്തില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ അവിടെ നിന്ന് ഇവിടെ നിന്നും കുറച്ച് ബിഷപ്പുമാർ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ആഫ്രിക്കയാണ് ശക്തമായിട്ട് നോ പറഞ്ഞത്. സോ ആഫ്രിക്ക ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം എന്നോട് വിശ്വസ്തരായി തുടരുന്ന എൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്ക് കുർബാനകൾ രഹസ്യത്തിൽ അർപ്പിക്കേണ്ടി വരും. പരിശുദ്ധ കുർബാനയ്ക്ക് രഹസ്യമായിട്ട് അർപ്പിക്കേണ്ട സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ അവർ ജയിലിലേക്ക് പോകേണ്ടി വരും. മൃഗത്തിൻ്റെ വണക്കത്തിനായി പണിയപ്പെടുന്ന ഒരു പുതിയ ദേവാലയത്തിലേക്ക് ഇനി ഏറെ ദൂരമില്ല. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം മൃഗത്തിൻ്റെ വണക്കത്തിനായി പണിയപ്പെടുന്ന ഒരു പുതിയ ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ലമാണ് ദേവാലയം. ചിലപ്പോൾ ടെമ്പിൾ എന്നായിരിക്കും ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നത്, അറിയത്തില്ല. എന്താണെങ്കിലും മൃഗത്തിൻ്റെ വണക്കത്തിനായി എതിർ ക്രിസ്തുവിനെ വണങ്ങാൻ വേണ്ടിയിട്ട് ഒരാലയം പണിയപ്പെടും. ആ ആലയം പണിയപ്പെടാൻ ഇനി അധികം ദൂരമില്ല. ആ സമയം വളരെ അടുത്താണ്. സമാധാനത്തിൻ്റെ മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എതിർ ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ആലയം പണിയപ്പെടുന്നത്. നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന നുണകൾ എൻ്റെ പിതാവിൻ്റെ വചനത്തെ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസതയെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വിശുദ്ധരെ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പകരമായിട്ട് അതേപോലെയുള്ള സിംഹാസനത്തിൽ ഇവന് ഉപവിഷ്ടനാകും. അതുപോലെ തന്നെ മറ്റ് ചില സന്ദേശങ്ങൾ പറയേണ്ടത് ഇത് റോമിൽ തന്നെയായിരിക്കും ഈ ആലയം പണിയപ്പെടുക എന്നുള്ളതാണ്. അതായത് ഇന്ന് യഹൂദർ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കുന്ന കാരണം എന്താണ്? ഈ യഹൂദ കുലത്തിലാണ് ഈശോ ജനിച്ചത്. സോ സാധാരണ അവരെ നിരന്തരം കഴിഞ്ഞ 2000 വർഷമായിട്ട്, 2000 എന്നല്ല, എബ്രഹാമിൻ്റെ കാലം മുതലേ, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടായ കാലം മുതലേ, ദൈവം എബ്രഹാമിനെ വിളിച്ച കാലം മുതലേ പീഡിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ ഇന്ന് ഈ പുതിയ ജെറുസലേം ആകുന്ന കത്തോലിക്ക തിരുസഭ, ദൈവത്തിൻ്റെ സ്വന്തം സഭ ഇരിക്കുന്ന അതേ സിറ്റിയിൽ തന്നെ അവൻ്റെ ആഗ്രഹമാണ് അതിനടുത്ത് മറ്റൊരു ആലയത്തിൽ അവനും ഇതേപോലെ ദൈവമായിട്ട് ആരാധിക്കപ്പെടണം എന്നുള്ളത് സാത്താൻ ആഗ്രഹമാണ്. സാത്താൻ പണ്ടേ ദൈവത്തെ പോലെ ആവാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന നുണകൾ എൻ്റെ പിതാവിൻ്റെ വചനത്തെ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് നുണകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. ഈ ഞാൻ പറയുന്ന ന്യൂസിലോ മറ്റോ വരുന്നതല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ, പ്രബോധകർ ഈ രീതിയിൽ പല നുണകളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് എല്ലാ ഭക്തഭ്യാസങ്ങളിലും നമ്മൾ ചാടിക്കറി വിശ്വസിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ, സത്യപ്രബോധനങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കാട്ടുതീ പോലെ പെട്ടെന്ന് പടർന്ന് വ്യാപിക്കും. ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ മറ നീക്കി വന്നു തുടങ്ങിക്കഴിഞ്ഞു.
നുണകളുടെ രാജാവ് കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അഗാധമായ ഗർത്തത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും തടയുന്ന ഇത്തരം നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തന്നെ ആവശ്യമായ പോഷണം ലഭിക്കാത്ത അവസ്ഥയിലാണ്. അതിനാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റപ്പെടും. ഞാൻ പറയുന്ന പീഡനം ഒരേ സമയം ശാരീരികവും ആത്മീയവുമാണ്. അതിഭയങ്കരമായ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും എല്ലായിടത്തുമുള്ള എല്ലാ ക്രിസ്തീയ സഭകളിലെ അംഗങ്ങളും അതീവ ദുഃഖത്തോടെ അതിനെല്ലാം സാക്ഷികളാകും. കത്തോലിക്ക സഭ മതേതര ലോകത്തെ ആശ്ലേഷിക്കും. മാരക പാപം എന്നൊന്നില്ലെന്ന് പ്രഖ്യാപിക്കും. മൂലപാപങ്ങളെയും പാപത്തെ തന്നെയും നിഷേധിക്കുകയും നിഷ്കളങ്ക മാനസരെ വഴിതെറ്റിക്കാനായി എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് അവരോട് പറയുകയും ചെയ്യും. മാരകപാപം എന്നൊന്നില്ലെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും. മൂലപാപങ്ങളും പാപത്തെ തന്നെയും നിഷേധിക്കും. അതുപോലെ തന്നെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരോട് പറയും സ്വർഗ്ഗത്തിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നരകത്തെപ്പറ്റിയും ശുദ്ധീകരണത്തെ പറ്റിയൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. ദൈവസ്നേഹം മാത്രമാണ്, ദൈവം കരുണ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ദൈവം നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾക്കെല്ലാം നിത്യജീവനുണ്ടെന്ന് അവരെ തന്ത്രവും വഴിതെറ്റിക്കും. കുമ്പസാരം നിർബന്ധപൂർവ്വം നിർത്തലാക്കപ്പെടും. തങ്ങളുടേതായ മാർഗങ്ങളിലൂടെ രക്ഷ തേടാൻ അവർ ജനങ്ങളോട് പറയും. കേട്ടോ, അത് കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ദൈവത്തോട് നേരിട്ട് പാപമായിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 കാരണപ്രവൃത്തി ചെയ്താൽ മതി, പാപം ക്ഷമിക്കപ്പെട്ടോളും എന്ന രീതിയിലെ പഠനങ്ങൾ വരും. അക്കാരണത്താൽ അനേകർ എൻ്റെ അടുക്കൽ നിന്ന് പാപമോചനം തേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. കാരണം വേണ്ടപ്പെട്ടവരാണ്, അധികാരികളാണ് പറയുന്നത് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈശോയുടെ അടുക്കൽ വന്ന് പാപമോചനം തേടാൻ പലരും ചിന്തിക്കത്ത് പോലും ഇല്ലെന്ന് ഈശോ പറയണം. കാരണം പാപം എന്നത് ബോധപൂർവം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അവർ സമ്മതിക്കില്ല. പാപം എന്നത് ബോധപൂർവം ഒരു മനുഷ്യൻ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ, സോ ഞാൻ ബോധത്തോടു കൂടിയാണ് പാപം ചെയ്യുന്നത്. ബോധപൂർവമല്ലാത്തതിനാൽ ദൈവം എല്ലാം ക്ഷമിക്കും എന്നതായിരിക്കും അവരുടെ വാദം. സോ അവർ പറയും ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നൊരു കാര്യമാണ്, അല്ലാതെ നിങ്ങൾ പാപം ചെയ്യുന്ന ഉത്തരവാദി, നിങ്ങൾ പാപത്തോടു കൂടിയാണ് ജനിച്ചത്. സോ പാപം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ബൈ നേച്ചർ നിങ്ങൾ അങ്ങനെയാണെന്ന് അവർ പറയും. അതുകൊണ്ട് ബോധപൂർവമല്ലാത്തതിനാൽ ദൈവം എല്ലാം ക്ഷമിക്കും എന്നതായിരിക്കും അവരുടെ വാദം. കൃത്യമായും ഇതാണ് വലിയ അബദ്ധവും തിന്മയും. ഇതാകട്ടെ മുൻകൂട്ടി തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഈശോ പറയും ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ മാർഗം ഉപയോഗിച്ചാണ് ഏത് മാർഗം? ഈ പാപത്തെപ്പറ്റി പറയാത്ത മാർഗം, അനുദപിക്കണമെന്ന് പറയാത്ത മാർഗം. ഈ മാർഗം ഉപയോഗിച്ചാണ് എതിർക്രിസ്തുവും വ്യാജപ്രവാചകനും ചേർന്ന് ദശലക്ഷക്കണക്കിന് ആത്മാക്കളെ നരകാഗ്നിയിലേക്ക് നയിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിജാതീയ വിഗ്രഹ ആരാധക ഉത്സവങ്ങളും ആഘോഷങ്ങളും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടത്തപ്പെടും. അവിശ്വാസികളും ദൈവത്തെ വെറുക്കുന്നവരും സക്രാരിയുടെ മുൻപിലേക്ക്, അൾത്താരയിലേക്ക് ക്ഷണിക്കപ്പെടും. കേട്ടോ, അവിശ്വാസികളും ദൈവത്തെ വെറുക്കുന്നവരും സക്രാരിയുടെ മുൻപിലേക്ക്, അൾത്താരകളിലേക്ക് ക്ഷണിക്കപ്പെടും. ഈ വിരുന്ന് ഒരു പുതിയ രീതിയിലുള്ള ദിവ്യകാരുണ്യ അനുഭവം ആയി പ്രഖ്യാപിക്കപ്പെടും, ഒരു കമ്മ്യൂണിയൻ ആയി പ്രഖ്യാപിക്കപ്പെടും. എൻ്റെ മക്കളെ, ഇപ്രകാരം എല്ലാ ദൈവമക്കളും അപരൻ്റെ വിശ്വാസങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്നതിനായി ഒരുമിച്ച് ചേരും. എൻ്റെ അനുയായികളായ നിങ്ങൾ ദിവ്യകാരുണ്യത്തിലുള്ള എൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ആദരവ് കാണിക്കാൻ നിർബന്ധിക്കപ്പെടും. കണ്ടോ, അവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങൾ ക്രിസ്തു വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വീഡിയോ കേൾക്കുന്ന അനേകർക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങൾ ഓണം ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ, വിഷു ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിലവിളക്ക് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ, യോഗ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇടവകയിലോ രൂപതയിലോ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അവർ പറയുന്നത് നിങ്ങൾ സഭയ്ക്കെതിരാണെന്നായിരിക്കും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. ഈശോ പറയാണ്, ഈശോ തന്നെ പറയേണ്ടത്, നിങ്ങൾ അവരോട് സഹകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആദരവ് കാണിച്ചില്ലെങ്കിൽ അവരെന്തു പറയും? നിങ്ങൾ ക്രിസ്തു വിരുദ്ധരാണെന്ന് അവർ പ്രഖ്യാപിക്കും, ക്രിസ്തു വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തുവായ ഞാൻ ദുഷിക്കപ്പെടാൻ പോകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ നിഷ്കാസനം ചെയ്യാനായി വിദ്യാലയങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അവർ ഇതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. അവർ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യും. ക്രിസ്തീയ വിശ്വാസമാണ് സത്യം. അതുകൊണ്ട് അത് ആക്രമിക്കപ്പെടുകയും മറ്റൊരു മതവും
ക്രൈസ്തവ വിശ്വാസത്തെ പോലെ അത്ര കഠിനമായ വെറുപ്പോടെ പരിഗണിക്കപ്പെടുകയില്ല.